LDF വിടണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ തുടരുന്നതിനിടെ RJDയുടെ നിർണായക സംസ്ഥാന നേതൃയോഗം കോഴിക്കോട് തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM മനഃപൂർവ്വം കാലുവാരി തോൽപ്പിച്ചതായി കോഴിക്കോട് ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ ഭൂരിഭാഗം സംസ്ഥാന നേതാക്കൾക്കും മുന്നണി വിടണം എന്ന അഭിപ്രായമാണ്. യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറിന്റെ തീരുമാനം നിർണായകമാണ്. എന്നാൽ KP മോഹനൻ, നീലലോഹിതദാസൻ നാടാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് LDF വിടുന്നതിനോട് യോജിപ്പില്ല. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ് കുമാർ, ചെറിയ പാർട്ടിയാണ്, ആ ചെറിയ പാർട്ടിയിൽ വലിയ അഭിപ്രായ ഭിന്നതയുമാണ്. ഏത് നിലയിലാണ് യോഗം പുരോഗമിക്കുന്നത്? അഭിലാഷ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ LDFൽ അസംതൃപ്തരായി നിൽക്കുകയായിരുന്നു RJD. പറഞ്ഞ അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയ സ്ഥാനങ്ങളിൽ പലതും ലഭിച്ചില്ലെന്ന പരാതി നേരത്തെ തന്നെ MV ശ്രേയാംസ്കുമാർ അധ്യക്ഷൻ പങ്കുവച്ചിരുന്നു. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മോശം പ്രകടനം RJDക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. സാധാരണഗതിയിൽ RJD വിജയിച്ചു വരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റുകളിലടക്കം വലിയ പരാജയം പാർട്ടിക്കുണ്ടായി. ഇതിന് പിന്നിൽ CPM പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കാൽവാരിൽ ആണ് എന്ന രീതിയിലുള്ള വിമർശനം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കൊപ്പം എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ കമ്മിറ്റികളിലെ ഭൂരിഭാഗം ഭാരവാഹികളും വലിയ അവഗണന LDFൽ നിന്ന് നേരിടുന്നു. അതുകൊണ്ട് മുന്നണി വിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം ചേർന്ന് മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഒരു സംസ്ഥാന നേതൃയോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണയിലെത്താൻ തീരുമാനിച്ചത്. എന്തായാലും അരമണിക്കൂർ മുമ്പാണ് യോഗം ആരംഭിച്ചത്. വളരെ വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. ജില്ലാ ഘടകങ്ങളിലെ നേതാക്കൾക്ക്, അതായത് പകുതിയിൽ താഴെ ഘടകങ്ങളാണ് ഇപ്പോൾ മുന്നണി വിടണമെന്ന അഭിപ്രായമുള്ളത്. പക്ഷേ അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറിനും KP മോഹൻ MLAക്കും നീലലോഹിതദാസൻ നാടാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുന്നണി വിടണമെന്ന താല്പര്യം ഇപ്പോഴില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ സമയത്ത് അല്ലെങ്കിൽ ആ തൊട്ടടുത്ത സമയത്ത് തന്നെ മുന്നണി മാറുന്നത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും. UDFൽ പോയാലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന അവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ CK ജാനുവിനെ പോലുള്ള ഘടകകക്ഷികളൊക്കെ ചെന്നെങ്കിൽ പോലും അവർക്ക് സീറ്റ് പോലും നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ധൃതിപ്പെട്ടുള്ള മാറ്റം അത് ആത്മഹത്യാപരമാണെന്ന ഒരു വിലയിരുത്തലാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ നടക്കും. ഈ ചർച്ചയ്ക്ക് ശേഷം, യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിഘടിച്ച് നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികൾ ഒരു പ്രത്യേക പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന നിർദ്ദേശവും അങ്ങനൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം മാധ്യമങ്ങളെ കാണും. പിന്നീട് വിമത വിഭാഗവും മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.